ഹായ് നമസ്കാരം. SJ ഫാമിലി വീഡിയോയുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനും എൻ്റെ കൂട്ടുകാരും ഇന്ന് അബ്ദുലിലുള്ളൊരു ഫാമിലേക്കുള്ള യാത്രയിലാണ്. അവിടുത്തെ വിശേഷങ്ങൾ നമുക്കിന്ന് കാണാം. ഹായ്, ഞാനിപ്പോൾ കേരളത്തിലല്ല കേട്ടോ. ഈ പച്ചപ്പ് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഞാൻ അറിയാതെ പറഞ്ഞു പോയി കേരളത്തിലെ ഓർമ്മ ഞാൻ പറഞ്ഞു കേരളത്തിലാണ്. നമ്മൾ കേരളത്തിലല്ല, നമ്മളിപ്പോൾ ഉള്ളത് കുവൈറ്റിലെ ഒരു പച്ചപ്പ് നിറഞ്ഞൊരു പ്രദേശത്താണ്. ആ കൈയൊക്കെ ഒന്ന് വിരിച്ചു പിടിച്ചെടുക്കുക. ശരിയായില്ല. ഓടി കയറുന്ന പോലെ ഒരു സെക്കൻഡ് കിട്ടിയോ? ഞങ്ങൾ ഫാം തപ്പി നടക്കുന്നതിനിടയിൽ ഒരു ഫ്രൂട്ട് സ്റ്റാൾ കാണാനിടയായി. ഫ്രൂട്ട് സ്റ്റാളിൽ കയറി നോക്കുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ട്സാണുള്ളത്. ഫ്രൂട്ട്സ് എന്ന് പറയാൻ പറ്റും 2-3 ഐറ്റം ആകെപ്പോഴേ ഉള്ളൂ. 2-3 തരം ഓറഞ്ചും പിന്നെ കുറച്ച് നാരങ്ങയും. പക്ഷേ വളരെ കോസ്റ്റ്ലിയാണത്. അപ്പോൾ അവിടെ നിന്ന് തന്നെ പറിച്ചതെന്നാണ് അവർ പറയുന്നത്. എന്തായാലും നമ്മൾ അവിടെ നിന്നും മേടിക്കാതെ തന്നെ പുറത്തേക്ക് ഇറങ്ങി ഫാം തപ്പി നടക്കുകയാണ്. അങ്ങനെ നമ്മളൊരു ഫാം കണ്ടുപിടിച്ചു. 1 മണിക്ക് അതിനുള്ളിൽ കയറാമെന്ന് പറഞ്ഞു. ഫാമിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ ഒരു മൃഗശാലയാണെന്ന് തോന്നുമെങ്കിലും പക്ഷെ നമ്മൾ ഈ കാണുന്ന മൃഗങ്ങൾ മാത്രമേ ഉള്ളൂ. എന്തായാലും കൊള്ളാം. നല്ല കവാടം തന്നെ നല്ല രീതിയിൽ അലങ്കരിച്ചിട്ടുണ്ട് അവർ. പിന്നെ കുറച്ച് മുമ്പോട്ട് നടക്കുമ്പോൾ പശുക്കളെ കണ്ടു, ഗോമാതാക്കൾ. എന്തായാലും കൊള്ളാം. പശുവിന് പുല്ല് കൊടുക്കുന്നൊരു പരിപാടി ഇവിടെ ഉണ്ട്. പക്ഷെ 1 ദിനാറ് കൊടുത്ത് മേടിക്കേണ്ടതുകൊണ്ട് നമ്മളാ പരിപാടി അങ്ങ് വേണ്ടെന്ന് വെച്ചു. നമ്മുടെ നാട്ടിലെ പശുവാണ്, നല്ല പാല് കിട്ടുന്ന പശുവാണ്. ഇതിനൊക്കെ വിറ്റ് കാശുണ്ടാക്കണം. എത്ര പൈസ പോലെ വാ. അടുത്തായിട്ട് നമ്മൾ അവിടെയുള്ള നഴ്സറി ഉണ്ട്. നഴ്സറിയിലേക്ക് കടക്കുകയാണ്. അവിടെ ചീര കൊടുക്കാൻ വെച്ചിരിക്കുന്നു. അതുപോലെ പലതരത്തിലുള്ള ഇലച്ചെടികൾ, ഫ്ലവറുകൾ, എല്ലാ തരത്തിലുള്ള ചെടികളുണ്ട്. കരിമ്പ്, ഇതെല്ലാം നമ്മൾ വിൽക്കാൻ വെച്ചിരിക്കുന്നതാണ് അവർ. വലിയൊരു നഴ്സറിയാണ്. പക്ഷേ വില കുറച്ച് എനിക്ക് തോന്നുന്നു മറ്റു സ്ഥലത്തേക്കാളും കുറച്ച് കൂടുതലായിട്ടാണ് തോന്നിയത്. പക്ഷേ പലതരത്തിലുള്ള ഒരുപാട് ഐറ്റംസ് ഉള്ള നഴ്സറിയാണ് കേട്ടോ. നമുക്ക് എന്താ പറയുക, നമ്മൾ ജസ്റ്റ് മേടിക്കണമെന്നില്ല. അതിനുള്ളിൽ കയറിയാൽ തന്നെ നമുക്ക് കാണാൻ ഒരുപാടുണ്ട്. നമ്മൾ കുട്ടികളെ കൊണ്ടുപോകുകയാണെങ്കിൽ അവർക്കൊരു പ്രത്യേക അനുഭവമായിരിക്കും ഇത്. ഇതാ നമ്മുടെ നാട്ടിലെ കപ്പളമാണ് കേട്ടോ. ചെറിയൊരു കപ്പളത്തിൻ്റെ വില കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോവും. ഏകദേശം 7.5 കുവൈറ്റ് ദിനാറാണ് അതിൻ്റെ റേറ്റ്, ഒരു കപ്പളത്തിൻ്റെ തൈയുടേത്. അതുപോലെ നാട്ടിലെ പുല്ലുണ്ടോ, പുല്ലും നമ്മൾ പൈസ കൊടുത്ത് മേടിക്കണം പുല്ലിൻ്റെ. അതുപോലെ തന്നെ ഒരുപാട് നമുക്ക് അറിയുന്നതും അറിയത്തില്ലാത്തതുമായ ഒരുപാട് ചെടികളുണ്ട് ഇവിടെ. ഇത് ഏകദേശം 2 കിലോ വെയിറ്റ് വരുന്ന പേരയ്ക്കായാണ് എൻ്റെ വീട്ടിൽ. നമ്മുടെ നാട്ടിലെ നല്ല വാഴയാണ്. പക്ഷെ ഇവിടുത്തെ വാഴ എന്ന് പറഞ്ഞാൽ ചട്ടിക്കകത്ത് വെച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ഒരു വാഴ വേണമെന്നുണ്ടെങ്കിൽ ചെറിയ പൈസയുള്ളൂ. ഒരു 30 ദിനാർ. 30 ദിനാർ എന്ന് പറഞ്ഞാൽ ഏകദേശം നമ്മുടെ ഇന്ത്യൻ മണി നോക്കിയാൽ 7500 രൂപ. ഈ ഒരു വാഴക്കാണ് കേട്ടോ. ഞാൻ പറഞ്ഞ 1 കിണ്ടൽ വാഴപ്പഴത്തിൻ്റെ വിലയല്ല. അപ്പോൾ നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാം. അങ്ങനെ നമ്മൾ ഫാമിൻ്റെ ഉള്ളൊരു മാർക്കറ്റ് ഉണ്ട്, വെജിറ്റബിൾ മാർക്കറ്റിലേക്ക് കടക്കുകയാണ്. മാർക്കറ്റിലേക്കുള്ള കവാടം തന്നെ അതിമനോഹരമായി അലങ്കരിച്ചിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് അവരുടെ അലങ്കാരങ്ങൾ. നമുക്ക് കുട്ടികളെ കൊണ്ടുപോവുകയാണെങ്കിൽ നല്ലോണം എൻജോയ് ചെയ്യാനുള്ള സ്ഥലമുണ്ട് അവിടെ. അത്യാവശ്യം എൻജോയ് ചെയ്യാനുള്ള സ്ഥലമുണ്ട്. പിന്നെ കുട്ടികൾക്കൊക്കെ ഇത് കാണുമ്പോൾ, നമ്മുടെ ഗൾഫിലുള്ള കുട്ടികൾക്ക് ഇത് കാണുമ്പോൾ അതൊരു വലിയ അത്ഭുതം തന്നെയായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു.
പച്ചക്കറികളുണ്ട് അതിൻ്റെ അകത്ത്. വലിയ വിലയൊന്നുമില്ല നമ്മുടെ മാർക്കറ്റിലെ, പക്ഷേ വലിയ ലാഭമെന്ന് പറയാൻ പറ്റത്തില്ലെങ്കിലും നല്ല ഫ്രഷായിട്ട് ഇന്ന് തന്നെ പറിച്ച പച്ചക്കറികൾ നമുക്ക് വാങ്ങിക്കാൻ പറ്റും അവിടെ നിന്ന്. എനിക്ക് ഉപയോഗിക്കണോ ഒരു പീസ്? ചേട്ടൻ വളരെ കാര്യമായിട്ട് ഇവിടെ കാണുന്നതെല്ലാം വാരിക്കൂട്ടുകയാണ്. ബ്രോക്കോളി തന്നെ തിരഞ്ഞെടുക്കുന്നതിൽ എന്തോ ഒരു അങ്ങനെ ഞങ്ങളൊന്നും നോക്കിയില്ല. കുറച്ച് ബ്രോക്കോളി, അതാണ് അവിടെ ലാഭമായിട്ട് തോന്നിയെന്ന് പറഞ്ഞാൽ ബ്രോക്കോളിയാണ്. ഒന്നും നോക്കിയില്ല, എല്ലാവരും ഓരോ പാക്കറ്റ് ബ്രോക്കോളി എടുത്തു. പിന്നെ കുറേ ഫ്ലവറുകൾ അവിടെ വെച്ചിട്ടുണ്ട്, അതും വിൽക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ് അവർ. നല്ല രസമുള്ള ഫ്ലവറുകളാണെല്ലാം. ഇവിടെ ഒരു സ്ട്രോബെറി ഫാമുണ്ട്. എല്ലാ വർഷവും ഓപ്പൺ ആകുന്ന സമയം ആദ്യം വരുന്നേ ഉള്ളൂ. ഒരു 15 ദിവസം കൂടെ കഴിഞ്ഞാൽ സ്ട്രോബെറി ഫാം അത് ഓപ്പൺ ആകുമെന്നാണ് ഇവർ പറയുന്നത്. അതിപ്പോൾ സ്ട്രോബെറി ഇല്ലാത്തതുകൊണ്ട് ക്ലോസ് ചെയ്തിട്ടേക്കുവാണ്. അപ്പം നമ്മൾ കരിമ്പിൻ കാട്ടിലാണുള്ളത്. അതും അബ്ദുലിലെ ഫാമിനുള്ളതാണ് കേട്ടോ. കരിമ്പിൻ കാട്ടിൽ കരിമ്പൻകാട്ടി വന്നിരിക്കുകയാണ്. ഏകദേശം ഒരു 1.5 മണിക്കൂറോളം ഞങ്ങൾ ആ ഫാമിൽ ചിലവഴിച്ചു. നല്ല അനുഭവമായിരുന്നു. കൊള്ളാം. കുട്ടികളെ കൊണ്ടുപോയാൽ ഒരു ദിവസം ചിലവഴിക്കാനുള്ള വകയുണ്ട് അവിടെ. ഫാമിലേക്ക് കൊണ്ടിരുന്ന പച്ചക്കറിയാണ് കേട്ടോ. വരുന്ന വഴിക്ക് കുറച്ച് ആട്ടിൻകൂട്ടങ്ങൾ. ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ വാസസ്ഥലത്തേക്കുള്ള യാത്രയിലാണ്. യാത്രയിലിടയിൽ കണ്ടുമുട്ടിയ അതിഥികളാണ് ഇവർ. വഴിയരികിൽ ഒരു ആട്ടിടയനും കുറേ ആട്ടുംപറ്റങ്ങളും. അത്യാവശ്യം നല്ലൊരു ഫാമാണ്. കുട്ടികളെ കൊണ്ട് പോയിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. ഈ ഫാമിലേക്ക് ഫാമിൻ്റെ ലൊക്കേഷൻ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ എഴുതി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് നോക്കി ആർക്കെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അവിടെ പോകാൻ പറ്റും. അതുപോലെ ഫോൺ നമ്പർ ഞാനിതിൽ കൊടുക്കാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും നന്ദി. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്. താങ്ക്